ഒരു വലിയ ശബ്ദം കേട്ടു, ഒരു വലിയ നിലവിളിയും. ഒന്നും സംഭവിച്ചിട്ടില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അതെന്ന് ചോദിച്ചാൽ എന്താ? ഇദ്ദേഹത്തിന്റെ കഴുത്ത് തിരിഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞു. ഈ ഓട്ടോയിൽ 1 കിലോമീറ്ററിന് ഇത്ര രൂപ ചാർജ്, 2 കിലോമീറ്ററിന് ഇത്ര രൂപ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ലായിരുന്നു. എത്രയേട്ടാ? ഈ പോലീസുകാരുടെ നടുക്കോട്ട് ബൈക്ക് ഇടിച്ചങ്ങ് കയറി. എന്താണത്? നമസ്കാരം, വായ്ത്താളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വായ്ത്താളത്തിൽ അബ്യൂസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ അബ്യൂസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി 1 വർഷം എടുക്കും പുരുഷന് ലീവ് കിട്ടാൻ. 1 വർഷം ആ അബ്യൂസ് അല്ല. അതായത് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ, ചില കാര്യങ്ങൾ ഒക്കെ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇടപെടുന്ന ചില ആൾക്കാരുണ്ട്. അവരെ പൊതുവെ നമുക്ക് അഭ്യുദയകാംക്ഷികൾ എന്ന് പറയാം. അവരുടെ ഒരു ഷോർട്ട് ഫോം ആണ് ഈ അബ്യൂസ്. നമ്മുടെ ഈ അബ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഏത് സംഭവത്തിലും ഏത് കാര്യത്തിലും എവിടെയും പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നവരാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിൽ അല്ലെ നമ്മുടെ മെയിൻ റോഡുകളിൽ ഹെൽമെറ്റ് ഇല്ലാതെ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് എതിരെ നമ്മുടെ ഈ അബ്യൂസ് വന്നിട്ട് പറയും ചെക്കിംഗ് ഉണ്ട്, ഹെൽമെറ്റ് ചെക്കിംഗ് ഉണ്ടെന്ന് പറയും. അതാണ് ഈ അബ്യൂസിന്റെ ഒരു ഗുണം. ശരിക്കും നമ്മുടെ അബ്യൂസ് ഒരു പ്ലസ് ആയിട്ടാണ് ഇത് കരുതുന്നെങ്കിലും ഹെൽമെറ്റ് ഇല്ലാതെ ഒരു അപകടം ഉണ്ടായാൽ ആർക്കാണ് കുഴപ്പം? നമുക്ക് തന്നെയാണ്. അതായത് നമ്മുടെ ഈ നിയമലംഘനങ്ങൾ എവിടെ ഉണ്ടായാലും അവിടെ രക്ഷകരായിട്ടായിരിക്കും ഈ അബ്യൂസ് പ്രത്യക്ഷപ്പെടുന്നത്. ഈ അടുത്ത് നമ്മുടെ പുതിയ തലമുറ ഉപയോഗിക്കുന്ന ഒരു ബൈക്ക് ഉണ്ട്. അടുത്തേക്ക് ചെന്നാൽ 40, കാലെടുത്ത് വെച്ചാൽ 60, കീ എടുത്താൽ 120, അത്രയും സ്പീഡുള്ള പുതിയ ബൈക്കുണ്ട്. ഈ ബൈക്ക് നമ്മുടെ ഒരു നിരത്തിലൂടെ ചീറിപ്പാഞ്ഞു പോവുക. ഇതിനെ ചേസ് ചെയ്തുകൊണ്ട് ഒരു സാധാ സ്കൂട്ടറുകാരൻ, ഒരു ആക്റ്റീവക്കാരൻ ഏകദേശം അതേ സ്പീഡിൽ തന്നെ ഇദ്ദേഹത്തെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേസ് വീണ്ടും ചേസ്, വേഗത പിടിക്കുന്ന രീതിയിൽ വീണ്ടും ചേസ്. അപ്പോൾ ഈ ബൈക്കുകാരൻ പയ്യൻ ശ്രദ്ധിച്ച് എന്നെ ചേസ് ചെയ്യാൻ വേറെ ബൈക്കോ? അങ്ങനെ കുറേ നേരത്തെ ചേസിന് ശേഷം അവസാനം ഈ നമ്മുടെ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരൻ ഒരല്പം ബൈക്കിൻ്റെ വേഗതയൊന്ന് കുറച്ചു. അപ്പം നമ്മുടെ ആക്റ്റീവക്കാരൻ കയറി വന്നു. അപ്പം ചോദിച്ചു, ചേട്ടാ എന്താ എൻ്റെ പുറകെ വരുന്നതെന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ ഈ അബ്യൂസിൽപ്പെട്ട ഇദ്ദേഹം പറഞ്ഞു, അതേ ബൈക്കിൻ്റെ സ്റ്റാൻഡ് തട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ പയ്യൻ അത് ശ്രദ്ധിച്ചത്. ശരിയാണ്, ബൈക്കിൻ്റെ സ്റ്റാൻഡ് തട്ടിയിട്ടില്ല. അപ്പോൾ പയ്യൻ ചോദിച്ചു, ചേട്ടൻ ഇത് പറയാൻ വേണ്ടിയാണോ എന്നെ ഇത്രയും ചേസ് ചെയ്ത് വന്നേ? അതെ, അത് പറയാൻ തന്നെയാ. എന്തെങ്കിലും അപകടം ഉണ്ടായാൽ ഞങ്ങൾ തന്നെ നിന്നെ എടുത്തോണ്ട് പോകണ്ടേ? അപ്പോൾ എന്തായാലും ആ പയ്യൻ ചേട്ടനോട് നന്ദി പറഞ്ഞു. വീണ്ടും 100, 120, 150 എന്ന് പറഞ്ഞ് അവൻ വിട്ടുപോയി. അപ്പോൾ നമ്മുടെ ഈ അഭ്യുദയകാംക്ഷി വളരെ ആത്മസംതൃപ്തിയോടുകൂടി വണ്ടിയെടുത്ത് തിരിച്ചങ്ങോട്ട് പോയി. ഒരു വലിയ ശബ്ദം കേട്ടു, ഒരു വലിയ നിലവിളിയും. നമ്മുടെ ഈ അബ്യൂസ് സ്വന്തം വണ്ടിയുടെ സ്റ്റാൻഡ് തട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ നമ്മുടെ നിരത്തുകളിൽ നമ്മൾ കാണാറുണ്ട് ഈ അബ്യൂസിനെ. അവരേത് അപകടം ഉണ്ടായാലും ഓടിയെത്തും, സഹായിക്കും. അത് അവരുടെ ഒരു പ്രത്യേകത തന്നെ, ഒരു പ്ലസ് ആണ് കേട്ടോ. അങ്ങനെ പറയരുതേ, ദൈവം എനിക്ക് സൗകര്യങ്ങളെ കൊണ്ടേ തന്നത് താങ്കളെപ്പോലുള്ളവരെ സഹായിക്കാനാണല്ലോ. അങ്ങനെ ഒരു അപകടം ഉണ്ടായി. ഒരു ബൈക്കുകാരൻ നല്ല മഴയുള്ള സമയത്ത് പാഞ്ഞു വന്ന് സ്കിഡ് ചെയ്ത് ഒരു ബൈക്കിൽ ഇടിച്ച് തെറിച്ചു വീണു. ആൾക്കാരെല്ലാം ഓടി കൂടിയപ്പോൾ ഈ വീണയാൾക്ക് ഒരനക്കവും ഇല്ലാതെ കിടക്കുകയാണ്. മരിച്ചോ അല്ലെങ്കിൽ ജീവനുണ്ടോ എന്നൊന്നും അറിയില്ല. അവസാനം ഈ അബ്യൂസ് വന്ന് നോക്കിയപ്പോൾ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അതെന്ന് ചോദിച്ചാൽ എന്താ? ഇദ്ദേഹത്തിൻ്റെ കഴുത്ത് തിരിഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞു. ഒന്നും നോക്കിയില്ല, എല്ലാവരും അദ്ദേഹത്തിൻ്റെ കഴുത്ത് പിടിച്ച് തിരിച്ചു വെച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. സംഭവം എന്താണെന്നറിയോ? ഈ യാത്രക്കാരൻ മഴയായതുകൊണ്ട് റെയിൻകോട്ട് തിരിച്ചിട്ട് പുറകെ സിബ് ഇട്ടു. അപ്പം നമ്മുടെ അബ്യൂസ് വിചാരിച്ച് തല തിരിഞ്ഞു പോയത്. ആൾക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവരെല്ലാം കൂടി ഇദ്ദേഹത്തിൻ്റെ തല പിടിച്ച് തിരിച്ചു. ഈ അബ്യൂസിൻ്റെ ഒരു കാര്യമായി. നമ്മുടെ നാട്ടിൽ വേറൊരു അബ്യൂസ് ഉണ്ട്. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ വളരെ നല്ല മനസ്സുള്ള ആളാണ്. ഒരു ഒരാളുടെ ഇന്ധനം തീർന്നു പോയാൽ ഉടനെ എവിടെയാണെങ്കിലും ഇവൻ ഇന്ധനം വാങ്ങിച്ചു കൊടുക്കും. വണ്ടി കേടായി പോയാൽ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ എത്തിച്ചു കൊടുക്കും. അത്രയ്ക്ക് വണ്ടിയായിട്ട് ഭയങ്കര ബന്ധമുള്ള ആളാണ്. അങ്ങനെ ഇവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഓട്ടോറിക്ഷ എടുക്കണമെന്ന്. അങ്ങനെ ഒരു ഓട്ടോറിക്ഷ വാങ്ങിച്ചു. ഈ ഓട്ടോയിൽ 1 കിലോമീറ്ററിന് ഇത്ര രൂപ ചാർജ്, 2 കിലോമീറ്ററിന് ഇത്ര രൂപ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ലായിരുന്നു. എത്രയേട്ടാ? കണക്കൂട്ടറിയാൻ പാടില്ല. അതെന്റെ മനസ്സിൽ എന്താ തോന്നുന്നു തന്നു. പക്ഷേ ഇദ്ദേഹം വണ്ടി ഓടിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അത് വാങ്ങിക്കുന്നു. കൂടുതലായാലും കുറവായാലും ഇദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ വണ്ടി ഓടിച്ച് പോവുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ വണ്ടി എടുത്ത് ആദ്യമായിട്ട് ഇദ്ദേഹം ഒരു 20 കിലോമീറ്റർ അകലെ ആദ്യമായിട്ട് ഒരു ഓട്ടം പോവുകയാണ്. അപ്പം ഇങ്ങനെ റോഡിൽ ഇദ്ദേഹം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം റോഡിൻ്റെ സൈഡിൽ നിന്ന് ഹൈവേ പോലീസ് കൈ കാണിച്ചു. ഇദ്ദേഹം വണ്ടി ഒതുക്കി നിർത്തി. എന്നിട്ട് നേരെ ഹൈവേ പോലീസിൻ്റെ വണ്ടിയുടെ അടുത്ത് വന്ന് ആ ബമ്പറിലോട്ട് ഇങ്ങനെ അടിച്ചിട്ട് പോലീസുകാരോട് ചോദിച്ചു, എന്താ സാറേ ഇന്ധനം തീർന്നു പോയോ? അബ്യൂസിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ.
നമ്മൾ സാധാരണ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ചിലർ ഈ ഹെൽമെറ്റ് എടുത്ത് ഫ്രണ്ടിൽ വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഒരാൾ റോഡിലൂടെ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ അബ്യൂസ് ഓപ്പോസിറ്റ് വന്നിട്ട് പറഞ്ഞു പോലീസ് ചെക്കിങ്, ഹെൽമെറ്റ് വെച്ചോളാൻ പറഞ്ഞു. ഒന്നും നോക്കില്ല, അദ്ദേഹം പെട്ടെന്ന് ഈ ഹെൽമെറ്റ് എടുത്ത് വെച്ചു. ഈ പോലീസുകാരുടെ നടുക്കോട്ട് ബൈക്ക് ഇടിച്ചങ്ങ് കയറി. എന്താണത്? സംഭവം എന്താണെന്നറിയോ? ആ പാവപ്പെട്ടവൻ വെപ്രാളത്തിന് ഹെൽമെറ്റ് എടുത്ത് തിരിച്ചാ വെച്ചത്. അപ്പോൾ നമ്മുടെ ഈ അബ്യൂസ് നമ്മളെ താൽക്കാലികമായിട്ട് ചില പറ്റിയെന്നോ അല്ലെ ചെറിയ കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുമെങ്കിലും നിയമങ്ങൾ നമ്മൾ എന്തായാലും പാലിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലായിരിക്കും. അപ്പോൾ അടുത്ത വേറൊരു വീഡിയോയുമായി വേറൊരു വിഷയവുമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ നമ്മുടെ ഈ ലൈഫ് ടൈം ചാനൽ നിങ്ങൾ വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Şerikanım, vay kalam.